ഒരു പ്ലാസ്റ്റിക് കവർ കത്തിച്ചാൽ അപ്പം അതിന് 8,000 10,000 ഒക്കെ ഫൈൻ ഇടും. അത് നുള്ളിപ്പൊറുക്കാനും അത് പാക്ക് ആക്കാനും അത് കൊണ്ടുപോകാനൊക്കെ ഇവിടെ ആളുണ്ട്. അപ്രീഷിയേറ്റ് ചെയ്യുന്നു, അതിനെ അംഗീകരിക്കുന്നു, അതിനെ പ്രശംസിക്കുന്നു, നടക്കേണ്ട തന്നെയാണ്. അങ്ങനെ നടക്കുന്ന ആളുകൾക്ക് വാപ്പിയും ഉമ്മയും തമ്മിൽ, അച്ഛനും അമ്മയും തമ്മിൽ, മക്കളും അച്ഛനും തമ്മിൽ ഒക്കെ ഉള്ള ഇങ്ങനത്തെ എല്ലാ അലൈൻമെന്റുകളെയും എല്ലാ ബന്ധങ്ങളെയും ഒക്കെ ഇടിച്ചു തകർക്കണേ, അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് ക്യാമ്പയിൻ ചെയ്യണേ. ഈ ജാതി ക്യാമ്പയിൻ ഒക്കെ നടത്തണേ ആളുകളുടെ വലസാണ്. ഒരു പ്രശ്നമല്ല. ഒരു ഭാഗത്ത് മൈഗ്രേഷനെതിരെ വാദിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഫ്രണ്ട് അവിടെ ഉണ്ടായി വരിക. എന്നാൽ അത്തരം മൈഗ്രൻസ് ഇല്ലാതെ, അതായത് മറ്റു രാജ്യങ്ങളിൽ നിന്ന് തൊഴിലെടുക്കാൻ വരുന്ന അല്ലെങ്കിൽ അവരുടെ അമ്മയുടെയും അച്ഛൻ്റെയൊക്കെ മൂത്രം കോരാൻ തയ്യാറുള്ളവരില്ലെങ്കിൽ കൃത്യമായ രീതിയിലുള്ള പരിചരണം ലഭിക്കാതെ മരിച്ചു പോകേണ്ടി വരുന്ന ഒരു വൃദ്ധ സമൂഹമാണ് ഇറ്റലിയിലും ഇംഗ്ലണ്ടിലടക്കമൊക്കെ ഉള്ളത്. നമുക്കറിയാം വയോജന കമ്മീഷൻ കേരളത്തിൽ വരികയാണ്. അപ്പോൾ വയോജന കമ്മീഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ യുവജന കമ്മീഷനുകളുണ്ട്, വനിതാ കമ്മീഷനുണ്ട്. ഇതിന് പുറമെ ഒരു പുതിയൊരു കമ്മീഷൻ, വയോജന കമ്മീഷൻ എന്നുള്ളത് രാജ്യത്തെ മറ്റു ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത രീതിയിൽ ആദ്യമായി അങ്ങനെ ഒരു സംഗതി കേരളം കൊണ്ടുവരികയാണ്. അപ്പോൾ അവിടെ അത് ഒരു ഭാഗത്ത് ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളത്, ഇപ്പോൾ കേരളത്തിൻ്റെ പ്രത്യേക പശ്ചാത്തലം എന്നുള്ളത് ഇപ്പോൾ പിന്നെ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ്റെ ഭാഗം അല്ല അതുണ്ട് എന്നുള്ള നിലക്ക് നമ്മൾ ഒരുപാട് ഇവിടെ നിയന്ത്രണങ്ങളും കാര്യങ്ങളൊക്കെ നടപ്പിലാക്കി. ഇവിടെ പിന്നെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് TFR അത് 1.8 എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ അച്ഛനും അമ്മക്കും രണ്ട് കുട്ടിയിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. 1.8 അപ്പോൾ ആ നിലക്ക് പിന്നെ പോപ്പുലേഷൻ കുറയുന്നു എന്നുള്ളൊരു പിന്നെ പ്രതീതിയുണ്ട്. മാത്രമല്ല വയോജനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു പ്രതീതിയുണ്ട്. അപ്പോൾ ആ സമയത്ത് കേരളത്തിൽ തന്നെയാണ് ഇത് വരേണ്ടത് എന്നുള്ളത് ആ ഒരു രീതിയിൽ നോക്കുമ്പം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു വയോജന കമ്മീഷനൊക്കെ വരുന്നു പറയുമ്പം അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ അല്ലേ? നല്ല സന്തോഷമാണ്. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയാം. ഇതിൻ്റെ ഒരു മർമ്മം പറയണം. അതിപ്പോൾ ഹിലാലൂടെ പറഞ്ഞു. ഇത് ലോകത്ത് വളരെ വ്യാപകമായി പോപ്പുലേഷൻ കൺട്രോൾ, ജനസംഖ്യാ നിയന്ത്രണത്തിന്റെ ഭയങ്കര ക്യാമ്പയിനുകൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ആ ഓർഗനൈസ് ചെയ്യപ്പെട്ടത് നമ്മുടെ രാജ്യത്തും നടന്നിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് നടന്നതിൽ അത് ഏറ്റവും സർഗാത്മകം എന്ന് വേണമെങ്കിൽ ഇൻവേർട്ട് കോമിലിട്ട് പറയാവുന്ന രീതിയിൽ നടന്നത് നമ്മുടെ നാട്ടിലാണ്. നാം ഒന്ന്, നാം രണ്ട്, നമുക്ക് രണ്ട്, നാം ഒന്ന്, നമുക്കൊന്ന്, നാം ഒന്ന്, നമുക്കൊന്നിനാ വേറൊന്ന്. ഇനിയിപ്പോ നമ്മക്ക് അങ്ങനെ ഒന്നാകണ്ടോന്നില്ല. ആവശ്യം ഉണ്ടാകുമ്പോൾ നമ്മൾ കണ്ടാൽ പോരെ. ഇനി ആവശ്യം ഉണ്ടാകുമ്പോഴും കാണണ്ട. ഒരു ഗ്ലാസ് സർവത്ത് ചോദിക്കണ പോലെ ആവശ്യമുള്ള കാര്യം ചോദിച്ചാൽ പോരെ എന്നുള്ളിടത്തേക്ക് വരെ നമ്മൾ എത്തി നിൽക്കുന്നിടത്താണ് ഈ കാര്യങ്ങളുള്ളത്. ഇപ്പം ധനമന്ത്രി നമ്മുടെ സ്റ്റുഡൻസിന്റെ കോൺഫറൻസിൽ പ്രഫ്കോണിൽ വന്ന അദ്ദേഹം ഇതിന്റെ ഫുൾ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കേരളം അടുത്ത 2030 ആകുമ്പോൾ എവിടെ എത്തും എന്നൊക്കെയുള്ള അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ശരിക്കും ഗവൺമെന്റ് ഈ വിഷയം പഠിച്ചിട്ടുണ്ട്. പഠിച്ചത് കൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യണത്, ഇങ്ങനത്തെ ഒരു പിന്നെ കമ്മീഷനെ കൊണ്ടുവരുന്ന കാര്യം എടുക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ സ്പീച്ച് കേട്ടാൽ അറിയാം. വളരെ പക്കയാണ്, വളരെ കൃത്യമായ ഡാറ്റയിൽ അദ്ദേഹം ആ വിഷയം പ്രസന്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല മന്ത്രി അവരുടെ പ്രസ് കോൺഫറൻസിൽ ഈ വിഷയം ആദ്യമായിട്ട് മന്ത്രി ആർ ബിന്ദു വന്നപ്പോൾ അവരുടെ പ്രസ് കോൺഫറൻസിൽ അവർ ഈ കാര്യം പറയുന്നുണ്ട്. 25% വാർദ്ധക്യ അവസ്ഥയിലുള്ള ആളുകൾ ജീവിക്കണ നാടായി കേരളം മാറിയിരിക്കുകയാണെന്ന്. അപ്പം നമ്മൾ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഓരോ ഘട്ടത്തിലും കൊണ്ടുവരുന്ന ഓരോ ക്യാമ്പയിൻ ടൈറ്റിലുകൾക്കും അത് വെറും ക്യാമ്പയിൻ ടൈറ്റിലുകളല്ല. നാം ഒന്ന്, നമുക്കൊന്ന്, നാം ഒന്ന്, നമുക്കെന്തിനാ വേറൊന്നൊക്കെ ചോദിച്ചപ്പോൾ അത് നമ്മളെ ഒന്നും ബാധിക്കാനേ പോകുന്നില്ല എന്ന നിലക്ക് ഇവിടെ സമൂഹം ജീവിച്ചിട്ടുണ്ട്. അത് കേൾക്കുക പോലും ചെയ്യാത്തവരുണ്ട്, അത് സീരിയസ് ആയിട്ട് എടുത്ത് ചെയ്തവരുണ്ട്. അപ്പോൾ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് വരുന്ന ക്യാമ്പയിനുകൾക്ക് സമ്മതിച്ച് തലകുലുക്കി കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇത് ഞാൻ പറയാൻ കാരണം, ഇതിലേറെ ആഴത്തിൽ പ്രശ്നം വരാൻ പോകുന്ന കുറെ ക്യാമ്പയിനുകൾ ഓൾറെഡി ഇവിടെ വർക്കിംഗ് ആണ്. ഇനി അതിന്റെ കമ്മീഷൻ ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുക. ഇത് ആ കാലഘട്ടത്തിൽ തന്നെ, ഏത് കാലഘട്ടത്തിലും ഈ വിഷയം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. വയോജനങ്ങൾ മാത്രം ഒറ്റപ്പെട്ടു പോകുന്ന, വയോജനങ്ങൾ വീട്ടിലടക്കപ്പെടുന്ന, യുവാക്കളില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഈ ക്യാമ്പയിൻ ഉയർന്ന കാലഘട്ടത്തിൽ തന്നെ ഈ ക്യാമ്പയിനെതിരിൽ പറഞ്ഞവരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന് വലിയ മീഡിയ വിസിബിലിറ്റിയോ അല്ലെങ്കിൽ പൊതുജന ശ്രദ്ധയിലോ ഒന്നും തോന്നിട്ടുണ്ട്. അതൊരു മതത്തിന്റെ ആളുകളുടെ കരച്ചിലായും നിലവിളിയായും മാത്രം ഒരുപക്ഷെ അതിനെ കണ്ടിട്ടുണ്ടാകും. ഒരു ഭാഗം അതാണ്. അപ്പോൾ ഈ വയോജന കമ്മീഷൻ വരുന്നത് തീർച്ചയായും നമ്മളുടെ ഒരു നയപരമായ തീരുമാനത്തിലെ അല്ലെങ്കിൽ ക്യാമ്പയിനുകളിലെ പ്രശ്നം വയോജന കമ്മീഷൻ രൂപീകരണത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്നാണ് ഒരു വശം. 2, യൂറോപ്പ് തള്ളുന്ന വേസ്റ്റ് അതേപോലെ കടമെടുത്തുകൊണ്ട് നമ്മളുടെ ജനറേഷനുകൾ ഏറ്റെടുക്കുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതായത് പരസ്പരമുള്ള ഉത്തരവാദിത്തം, കടപ്പാട്, കടമ, ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളിൽ ആർക്കും ആരോടും പ്രത്യേകിച്ച് ഉത്തരവാദിത്തമൊന്നുമില്ല എന്നുള്ള വളരെ സ്ട്രോങ് ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫിലിമുകളാണെങ്കിലും ഷോർട്സ് ആണെങ്കിലും സ്പീച്ചുകളാണെങ്കിലും അത് പറയാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന ചില ചങ്ങാതിമാരൊക്കെ ഉണ്ട്. ഇവിടെ ഈ പ്ലാസ്റ്റിക് കവറ് പിന്നെ കടകളിൽ വിൽക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഉദ്യോഗസ്ഥരൊക്കെ വരും, ഭയങ്കര ഫൈനൊക്കെ ഇടും. ഒരു പ്ലാസ്റ്റിക് കവർ കത്തിച്ചാൽ അപ്പം അതിന് 8,000 10,000 ഒക്കെ ഫൈൻ ഇടും.
അത് നുള്ളിപ്പൊറുക്കാനും അത് പാക്കാക്കാനും അത് കൊണ്ടുപോകാനൊക്കെ ഇവിടെ ആളുണ്ട്. അപ്രീഷിയേറ്റ് ചെയ്യുന്നു, അതിനെ അംഗീകരിക്കുന്നു, അതിനെ പ്രശംസിക്കുന്നു, നടക്കേണ്ടത് തന്നെയാണ്. അങ്ങനെ നടക്കുന്ന ആളുകൾക്ക് മനുഷ്യർ തമ്മിലുള്ള എല്ലാ അലൈൻമെൻറ്റുകളും ഉടച്ചു കളയുന്ന, വാപ്പിയും ഉമ്മയും തമ്മിൽ, അച്ഛനും അമ്മയും തമ്മിൽ, മക്കളും അച്ഛനും തമ്മിൽ ഒക്കെ ഉള്ള ഇങ്ങനത്തെ എല്ലാ അലൈൻമെൻറ്റുകളെയും എല്ലാ ബന്ധങ്ങളെയും ഒക്കെ ഇടിച്ചു തകർക്കണേ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് ക്യാമ്പയിൻ ചെയ്യണേ. അതിന് യാതൊരു ബുദ്ധിപരമായി ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത ഉദാഹരണം എടുക്കണേ. കടുവ കണ്ണട വെക്കലുണ്ടോ, ചികിത്സിക്കണ്ട എന്നുള്ളൊരു ന്യായം പറയണതാണ് ഇതൊക്കെ. ഈ ജാതി ക്യാമ്പയിനൊക്കെ നടത്തണേ ആളുകളുടെ വലസാണ്. ഇവർക്കൊരു പ്രശ്നമില്ല, എല്ലാറ്റിനും ഇവിടെ സംവിധാനങ്ങളുണ്ട്. അപ്പം ഇത്തരം ക്യാമ്പയിനുകളും ഈ വയോജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ കാരണമാണ്. കാരണത്തെയാണ് വയോജന കമ്മീഷൻ ആദ്യം അഡ്രസ്സ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ പറയുന്നത്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു, ഇതെന്തുകൊണ്ട് സംഭവിച്ചു, എന്തുകൊണ്ട് ഇവിടെ കേരളം ഇപ്പം ഉണ്ടായതൊന്നുമല്ലല്ലോ. വയോജന കമ്മീഷൻ ഉണ്ടാക്കി മിഞ്ഞാന്നുണ്ടായിട്ട് ഇപ്പോൾ വയോജന കമ്മീഷൻ ഉണ്ടാക്കുകയല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു കാര്യത്തിൽ എന്തൊക്കെയാണ് ഇവിടെ വയോജനങ്ങൾ നേരത്തെ ഉണ്ട്, അവർക്ക് ഇത്തരം പ്രശ്നങ്ങൾ നേരത്തെ ഇല്ല. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഒരു ഉമ്മ, ഇത് പീസ് റേഡിയോ ക്യാമ്പയിൻ്റെ കാലമാണ്. അപ്പോൾ ഒരു ഉമ്മ വിളിച്ചു. അപ്പോൾ അവർക്ക് പൈസ അയക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞു. പൈസ പീസ് റേഡിയോക്ക് ക്യാഷ് അയക്കാൻ ആരുമില്ല, എനിക്ക് അതിൻ്റെ ഐഡിയാസ് ഒന്നും അറിയില്ല. അപ്പോൾ നമ്മളിങ്ങനെ ചോദിച്ചു, വീട്ടിൽ ആരുമില്ല, ഇവരും ഒരു വേലക്കാരി മാത്രമേ ഉള്ളത്. വലിയ വീടാ, ഞങ്ങൾ വീടിനകത്ത് റൂമുണ്ട് ചോദിച്ചു. 7 റൂമുണ്ട്. 7 റൂമുള്ള വീട്ടിൽ ഈ ഉമ്മ മാത്രമാണ്. ബാക്കിയുള്ള മക്കളൊക്കെ ഒരു മോനും ഒരു മോളാണ് ഉള്ളത്. അവർ പുറത്താണുള്ളത്. ഉമ്മക്ക് നല്ലൊരു സെർവൻറ്റിനെ വെച്ച് കൊടുത്ത് വീട്ടിൽ ആക്കിയിരിക്കുകയാണ്. അപ്പോൾ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാപിതാക്കൾ വളർത്തിയെടുത്തുള്ള പ്രശ്നമുണ്ട്, നമ്മൾ നടത്തിയ ക്യാമ്പയിനുകളുടെ പ്രശ്നമുണ്ട്, ലിബറൽ മൂല്യങ്ങൾ എന്ന നിലക്ക് നമ്മൾ എടുത്തണിയുന്ന വിഷയങ്ങളുടെ പ്രശ്നമുണ്ട്, ഈ ലിബറൽ മൂല്യങ്ങളിലൂടെ കടന്നു വന്ന പാരൻസ് വളർത്തിയ പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ ഞാൻ പറയാൻ ശ്രമിക്കുന്ന കാര്യത്രേ ഉള്ളൂ. വയോജന കമ്മീഷൻ ആദ്യം പഠിക്കേണ്ടത്, നമ്മളതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന അർത്ഥത്തിൽ ആദ്യം പഠിക്കേണ്ട കാര്യം ഇതാണ്. ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ സംഭവിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയോജന കമ്മീഷൻ കുറേ വൃദ്ധസദനങ്ങളോട് സജസ്റ്റ് ചെയ്യും. എല്ലാവരും പൊതുവെ പിന്നീട് ഇവിടുത്തൊരു നരേഷൻ എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്ക് പാരൻസിനെ നോക്കുന്ന മക്കൾ ആരായിരിക്കും? നല്ല AC ഒക്കെ ഉള്ള, നല്ല അറേഞ്ച്ഡ് ആയിട്ടുള്ള, നല്ല പൂന്തോട്ടമൊക്കെ ഉള്ള, നല്ല അടിപൊളി ഒരു വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ആക്കുന്ന ആളായിരിക്കും എന്ത് ഇവിടുത്തെ ശരിക്കും മക്കളെ നോക്കുന്ന ആള്. അതല്ലാതെ ഉമ്മാനും ഉപ്പാനും വീട്ടിലൊക്കെ നിർത്തിയിട്ട് ജോലി കഴിഞ്ഞ് തിരിഞ്ഞെത്തി പാഞ്ഞ് ഓടിയെത്തി ഉമ്മാനെ പരിരക്ഷിക്കണം, വാപ്പാനെ പരിരക്ഷിക്കണം, ഗുളിക പൊട്ടിച്ചു കൊടുക്കണേ ആളാരായിരിക്കും? അവന് ഇവിടുത്തെ ഒരു 2ാം നമ്പർ ആയിരിക്കും. അവിടേക്കാണ് എന്ത് ചെയ്യുക, ക്യാമ്പയിൻ പോവുക. കാരണം അതിലൊരു ബിസിനസ് ഉണ്ട്. ഓരോ മുക്കിലും മൂലയിൽ ഈ സാധനം വരും. ഗവൺമെന്റ് ജസ്റ്റ് ഇത് പ്രഖ്യാപിച്ചാൽ മതി, നടപ്പിലാക്കിയാൽ മതി. ഇപ്പം പ്രസവം എടുക്കുന്നത് ഇപ്പോൾ മൊത്തം സെന്റർക്ക് മാറിയല്ലോ. അത് അങ്ങനെ തന്നെ മാറിക്കോട്ടെ, എനിക്കതിൽ വിയോജിപ്പൊന്നുമില്ല. ഞാനേ പറഞ്ഞത് ബിസിനസ് സാധ്യതകൾ എന്ത് വന്നാലും എന്ത് ചെയ്യും, നമ്മുടെ നാട്ടിലെ രീതി തന്നെ. ഒരാൾ ചപ്പാത്തി കമ്പനി തുടങ്ങിയാൽ നിരത്തി ചപ്പാത്തി കമ്പനി തുടങ്ങും. അപ്പോൾ ഇവിടെ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തണം. സെലഫുകളുടെയൊക്കെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന വലിയ സംഭവങ്ങളുണ്ട്. ഒരു താബിഈവര്യം പറയുന്നുണ്ട്, പ്രവാചകനെ നേരിട്ട് കണ്ട സ്വഹാബത്തിനെ ഫോളോ ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ താബിഈങ്ങൾ എന്ന് പറയാം. സഹാബത്തിനെ കണ്ടു പഠിച്ച ആളുകളാണ് താബിഈങ്ങൾ എന്ന് പറയാം. അപ്പോൾ അതിൽപ്പെട്ട ഒരാൾ പറയുന്നുണ്ട്, എൻ്റെ അനിയൻ രാത്രി ഇങ്ങനെ നിസ്കരിക്കും. അവനിങ്ങനെ ഞങ്ങളാരും അറിയാതിരിക്കാൻ വേണ്ടി പതിഞ്ഞ സ്വരത്തിൽ അവനിങ്ങനെ ഖുർആൻ ഓതും. എനിക്കുള്ളിൽ വലിയ സന്തോഷമാണ്, അവൻ്റെ അനിയനാണല്ലോ. പക്ഷെ എനിക്ക് ഭയങ്കര അതിലേറെ വലിയ സന്തോഷമാണ്. കാരണം ഞാൻ എൻ്റെ ഉമ്മൻ്റെ കാലും തടവി ഇരിക്കലാണ് രാത്രി മുഴുവൻ. എനിക്ക് അവന് കിട്ടണില്ലാറെ പുണ്യം കിട്ടുമല്ലോ എന്നുള്ള സന്തോഷം എനിക്കുണ്ട്. അപ്പോൾ അവൻ നിസ്കരിച്ചോട്ടെ എന്ന് വിചാരിക്കും ഞാൻ. ഉമ്മാൻ്റെ പ്രശ്നം ഉമ്മാനോട് ഞാൻ പറയുന്നത് അവനോട് പറയരുത്, അവനോട് പറയരുത്. കാരണം ആ കൂലി എനിക്ക് കിട്ടണം. അപ്പം സ്വന്തം മാതാവിൻ്റെ കാല് തടവി കൊടുത്ത് രാവ് പുലരുവോളം ഇരിക്കണ ഒരു സംസ്കാരത്തിൻ്റെ പ്രതിനിധികളാണ് നമ്മൾ. ഉമ്മ ഇറങ്ങുന്ന ബെഡ്റൂമിലേക്ക് തേള് കയറുകയാണ്. ഉമ്മോന് പിന്നാലെ ചെല്ലുകയാണ്. തേളിനെ അടിച്ചാൽ ഉമ്മണരും. ഉമ്മ ഉണന്നാൽ പിന്നെ ഉമ്മ ഉറങ്ങൂല, പാവം തിരിഞ്ഞു മറിഞ്ഞും കിടക്കും. അപ്പോൾ തേളിൻ്റെ പിന്നാലെ ഇങ്ങനെ നടന്നു. അവസാനം തേളൊരു മാളത്ത് കയറിയപ്പോൾ കൈ അവിടെ വെച്ചെടുത്തു. എന്നിട്ട് അവിടെ ഇരുന്ന് ഉറങ്ങി. കയ്യിന് കടി കിട്ടി. ഈ ഭയങ്കര ലിബർ മൂല്യമൊക്കെ പറയുന്ന ആളുകൾക്ക് ഞാൻ അത് പറയുമ്പോൾ എന്ത് വട്ടാണെന്ന് വിചാരിക്കും. അതിപ്പോൾ എന്താണ് കുത്തി തുറന്ന് പക്ഷെ ഉമ്മ എന്ന് പറയുന്നത് എന്താണെന്ന്, മരണത്തിൻ്റെ പാതിവേദനയുള്ള പ്രസവത്തിലൂടെ ജന്മം കൊടുത്ത ഉമ്മ എന്നുള്ളത് എന്താണെന്ന് 100% ബോധ്യപ്പെടുന്ന ഒരാൾക്ക് ഈ പറഞ്ഞതൊക്കെ വേറൊരു അർത്ഥത്തിലെ ഫീൽ ചെയ്യാം. അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു കഅബയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരാൾ ഉമ്മനെ ഇങ്ങനെ തോളിലേറ്റിയിട്ട് ഇങ്ങനെ തവാഫ് ചെയ്യണത് കണ്ടു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കൗതുകത്തിൽ ഇങ്ങനെ നോക്കി. അപ്പോൾ അദ്ദേഹം തവാഫൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം വന്നു. ഞാൻ അങ്ങ് ഷാമിൽ നിന്ന് വരികയാണ്, കുറേ ദൂരം എൻ്റെ ഉമ്മനെയും കൊണ്ട് നടന്നു വരുന്നു. നമുക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്ത്
ഹജ്ജ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഞാൻ നടന്നാണ് വന്നത് എൻ്റെ ഉമ്മനെയും കൊണ്ട്. എൻ്റെ ഉമ്മനോടുള്ള ഡ്യൂട്ടി ഞാൻ ചെയ്തോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിന് അദ്ദേഹം കൊടുക്കുന്ന ഉത്തരം എന്താ അറിയോ? നിൻ്റെ ഉമ്മ നിന്നെ പ്രസവിക്കാൻ, നമ്മളെ നാട്ടുമ്പുറത്തെ ഭാഷ പറഞ്ഞ മുക്കും, ഇങ്ങനെ ഉള്ളിലുള്ള കുഞ്ഞ് പുറത്ത് വരാൻ വേണ്ടി ആ മുക്കുമ്പോഴുള്ള ഒരു വേദനക്ക് പകരം പോലും ആയിട്ടില്ല നീ ചെയ്ത ഈ കാര്യം എന്നാണ്. അപ്പം നമ്മൾ ഈ വിഷയത്തെ കാണുന്നത് അങ്ങനെയാണ്. വയോജനങ്ങൾ വൃദ്ധസദനങ്ങളിൽ അടക്കപ്പെടേണ്ടവരല്ല. അതിനാണ് വയോജന കമ്മീഷൻ വരുന്നതെങ്കിൽ അത് അങ്ങനെ തന്നെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒന്നാണ്. എന്നാൽ ആരാരുമില്ലാതെ കാഷ്ടമൂത്രം എടുക്കാൻ ആളില്ലാതെ ഒറ്റപ്പെട്ട് ഒരു ചുമച്ചു തുപ്പുന്ന കഫത്തിലെ ബ്ലഡിൻ്റെ കണ്ട് അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കല്ലാതെ നിർവാഹമുള്ള കുറേ പാവങ്ങളുണ്ട്. അവരുടെ കാര്യത്തിലാണെങ്കിൽ അതിൽ ചില സംഗതികളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് വയോജന കമ്മീഷൻ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. സന്തോഷമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ആണ് ഒന്നും അല്ല എന്ന് നമ്മൾ പറയൂല. ഇതിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് എടുത്ത ഒരു തീരുമാനങ്ങളുടെ റിസൾട്ട് അതാണ് ഇപ്പോൾ ഇതിലേക്ക് എത്താൻ കാരണമായിട്ടുള്ളത്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഒരു ധാർമ്മിക കമ്മീഷൻ വരേണ്ട ഒരു ആവശ്യം ഇനി ഒരു പക്ഷേ ഭാവിയിൽ വരേണ്ട ആവശ്യം ഉണ്ടാവുമെന്ന് ഉള്ളൊരു പേടിയാണ് നമുക്കിനി ഉള്ളത്. മാത്രമല്ല ഇതിൻ്റെ ഒരു രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഡീലിമിറ്റേഷനൊക്കെ 2026 നടക്കുകയാണ്. ഇപ്പോൾ ചില സംസ്ഥാനങ്ങൾ കൂടുതൽ സീറ്റും ചില സംസ്ഥാനങ്ങളിൽ സീറ്റ് കുറയാനൊക്കെ പോവുകയാണ്. അപ്പം ഇത് നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ കേരളത്തിലൊക്കെ സീറ്റ് കുറയുന്ന പറയുന്നത്. അപ്പം ആ നിലക്കുള്ളൊരു ഇതും കൂടി ഉണ്ട്. പിന്നെ ഇതിൽ നമ്മളിനി ആഡ് ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു പരിഹാരമാണോ എന്നുള്ളതാണ്. ഈ വയോജന കമ്മീഷനാണോ പിന്നെ വയോജനങ്ങളുടെ പ്രശ്നങ്ങളുടെ ഒരു പരിഹാരമായിട്ട് അതിനെ കാണാൻ പറ്റുമോ എന്നുള്ളതാണ്. നമ്മൾ ഈ അടി ചീഞ്ഞ മരത്തിൻ്റെ കൂമ്പിൽ വെള്ളമോ അല്ലെങ്കിൽ മരുന്നോ ഒഴിച്ചു കൊടുക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് ആധുനികതയുടെ ഒരു പൊതുരീതിയാണ്. പ്രശ്നങ്ങൾ ആദ്യം അവർ ഉണ്ടാക്കും, എന്നിട്ട് പരിഹാരവും അവർ പറയും. ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിൽ അവർക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ട്, കൊമേഴ്സ്യൽ ബെനിഫിറ്റ് ഉണ്ടാവും. പരിഹാരത്തിലും എന്ത് ചെയ്യും? സമാനമായ രീതിയിലുള്ള കൊമേഴ്സ്യൽ ബെനിഫിറ്റ് ഉണ്ടാവും. ഇങ്ങനെയാണ് ആധുനികത എല്ലാ നമ്മുടെ ഈ പറയുന്ന സോക്കാൾഡ് ആധുനികത പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് കൊക്കക്കോല എന്ത് ചെയ്യും? മാർക്കറ്റ് ചെയ്യും അപ്പോൾ അത് നന്നായിട്ട് മാർക്കറ്റ് ചെയ്യുമ്പോൾ കിഡ്നി എന്ത് ചെയ്യും? പോകും. പ്രശ്നമില്ല. എന്താണ് അതിന് നെഫ്രോളജിസ്റ്റുകൾ എന്നുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാകും. പിന്നെ വേണമെങ്കിൽ സൗജന്യമായിട്ട് വരെ ഈ മറ്റേ ഡയാലിസിസിൻ്റെ യൂണിറ്റ് കൊടുക്കും. അതുമല്ലെങ്കിൽ ഇവിടെയുള്ള ഒരുപാട് ചാരിറ്റി ഗ്രൂപ്പുകൾ ഇൻഡയറക്റ്റായിട്ട് അവർ സ്വാധീനിക്കും. ഏറ്റവും വലിയൊരു ചാരിറ്റി മോട്ടീവായിക്കൊണ്ട് ഈ സാധനം കൊടുക്കലാണ്, അത്തരം സെൻറ്റേഴ്സ് തുടങ്ങലാണെന്ന് ചെയ്യും. എന്നിട്ട് അവരെന്ത് ചെയ്യും? അത് തുടങ്ങും, അതിനകത്ത് മരുന്ന് വാങ്ങിക്കും, ഡോക്ടർ വെക്കും. എല്ലാ വിധത്തിലും ഇതിൻ്റെ ബെനിഫിഷ്യറീസ് പിന്നെയും അവർ തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് കാലാകാലം ഇപ്പോൾ ഗസ പോലുള്ളൊരു സ്ഥലം ബോംബിട്ട് തകർക്കും. എന്നിട്ട് പിന്നെ അതിൻ്റെ വീണ്ടും കൺസ്ട്രക്ഷൻ, അതിന് പിന്നെ ആര് ഫണ്ട് കൊടുക്കും? അറബ് നാട്ടുകാരോ നമ്മളെപ്പോലത്തെ പാവങ്ങളൊക്കെ എന്ത് ചെയ്യും? ചിലപ്പോൾ ഫണ്ട് കൊടുക്കും. ആ ഫണ്ടൊക്കെ ഉപയോഗിച്ച് വീണ്ടും കൺസ്ട്രക്ട് ചെയ്യും, വീണ്ടും ചിലപ്പോൾ ബോംബ് എന്ത് ചെയ്യും? ഇടും. അപ്പോൾ ഇതൊരു തരം ആവർത്തിക്കപ്പെടുന്ന ഒരു തരം പ്രഹസനമാണ് എന്ന് തന്നെ പറയണം. ഇപ്പോൾ യുവജന ഇതിപ്പോൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന്, ഈ പോപ്പുലേഷൻ നിയന്ത്രിക്കുന്ന സമയത്ത് അതുകൊണ്ട് വരാവുന്ന അപകടങ്ങൾ ഒരിക്കലും മുൻകൂട്ടി കാണാനുള്ള ഒരു ശക്തിയോ അല്ലെങ്കിൽ കഴിവൊന്നും ഈ പറയുന്നവർക്ക് ഉണ്ടായിട്ടില്ല. അത് വളരെ വ്യക്തമാണ്. പക്ഷേ പ്രതീക്ഷിച്ചതിനേക്കാളും വലിയ ദുര്യോഗങ്ങൾ അത് കാരണം വന്നു കഴിഞ്ഞു. യൂറോപ്യൻ രാജ്യങ്ങൾ ഫേസ് ചെയ്യുന്ന വളരെ ഗുരുതരമായിട്ട് പ്രത്യാഘാതങ്ങൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അത് പരിഹരിക്കാൻ അവിടെ മുമ്പിൽ യഥാർത്ഥത്തിൽ വഴികളൊന്നുമില്ല. ഒരു ഭാഗത്ത് ഈ മൈഗ്രേഷനെതിരെ വാദിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഫ്രണ്ട് അവിടെ ഉണ്ടായി വരിക. എന്നാൽ അത്തരം മൈഗ്രൻസ് ഇല്ലാതെ, അതായത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് തൊഴിലെടുക്കാൻ വരുന്ന അല്ലെങ്കിൽ അവരുടെ അമ്മയുടെയും അച്ഛൻ്റെയൊക്കെ മൂത്രം കോരാൻ തയ്യാറുള്ളവരില്ലെങ്കിൽ കൃത്യമായ രീതിയിലുള്ള പരിചരണം ലഭിക്കാതെ മരിച്ചു പോകേണ്ടി വരുന്ന ഒരു വൃദ്ധ സമൂഹമാണ് ഇറ്റലിയിലും അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലടക്കമൊക്കെ ഉള്ളത്. ഈ യാഥാർത്ഥ്യത്തിൻ്റെ ഇടയിലാണെന്ന് യൂറോപ്പ് നിൽക്കുന്നത്. ഒരു ഭാഗത്ത് വരുന്നവർ തടയാൻ നിൽക്കുന്നവർ, എന്നാൽ വേറൊരു ഭാഗത്ത് അതിൻ്റെ അത്യാവശ്യം നിലനിൽക്കുകയും ചെയ്യുക. അപ്പോൾ പകരം വയ്ക്കാൻ നിൽക്കുന്ന എന്താണ്? ഇത് ചെയ്യുന്ന റോബോട്ടുകൾ ഉണ്ടാക്കാൻ പറ്റൂ. ചന്തി കൊടുക്കുന്ന റോബോട്ടുകൾ, ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്ന അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ കൊടുക്കുന്ന റോബോട്ടുകൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കുകയാണ്. അപ്പോൾ ആലോചിച്ച് നോക്കുക, അതായത് ഒരു ഹ്യൂമൻ ടച്ച് വേണ്ട ഒരുപാട് കാര്യങ്ങൾ തൻ്റെ മക്കളിലൂടെ
തൻ്റെ പേരക്കുട്ടികളിലൂടെ അവരുടെ സ്നേഹത്തിലൂടെ പരിചരണത്തിലൂടെ മരണത്തിൻ്റെ സമയത്ത് സമാശ്വാസം ലഭിച്ച് മരിക്കേണ്ട ഒരവസ്ഥ ഉണ്ടല്ലോ, ഇത് കൊടുക്കാൻ പറ്റൂല എന്ന് ഉറപ്പാവുക, അല്ലെങ്കിൽ ഉറപ്പാക്കുക, എന്നിട്ട് പകരം വയ്ക്കുന്നത് ഇത്തരത്തിലുള്ള മെക്കാനിക്കലായിട്ട് ചില സൊല്യൂഷൻസാണ്. അതൊരിക്കലും പകരമല്ല എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആലോചിച്ച് നോക്കും, മരണസമയത്ത് ഒന്ന് മിണ്ടി പറയാൻ ഒരു സോഫിയോ അല്ലെങ്കിൽ ഒരു ലിസിയോ പോലുള്ള ഒരു സാധനം ഉണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ? താൻ നോക്കി വളർത്തിയ എൻ്റെ മക്കളുടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് മരിക്കാൻ കഴിയണം. ഞാനിപ്പോൾ ഓർക്കുന്ന വെച്ചാൽ ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത്, പഴയ കാലത്തൊരു സുഹൃത്താണ്, മഞ്ചേരിയിലുള്ളൊരു റഷീദ് മാഷുണ്ട്, അദ്ദേഹം മരിച്ചു. അപ്പോൾ അദ്ദേഹത്തെ ഓർക്കാൻ ഒരു കാര്യം വെച്ചാൽ നിങ്ങൾ പറയുമ്പോഴാണ് പെട്ടെന്നത് എനിക്ക് ഓർമ്മ വന്നു. എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ബാപ്പ മരിച്ചിട്ട് ഉമ്മ ആണ് അദ്ദേഹത്തെ വളർത്തിയത്. അപ്പോൾ ഞങ്ങളിടയ്ക്ക് അദ്ദേഹത്തെ ഒരുപാട് കാര്യങ്ങളിൽ അദ്ദേഹത്തെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് ഉണ്ട്, മൂപ്പരുടെ തോട്ട് പ്രോസസ്സൊക്കെ ആയിട്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തെ വലിയ തോതിൽ ഒരു വല്ലാത്ത ഈ സ്നേഹത്തോടെ കണ്ടിട്ടുണ്ട്. എന്താ വെച്ചാൽ അദ്ദേഹം തൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വീട്ടിൻ്റെ വാതിൽക്കലെത്താനാവുമ്പോൾ എന്ത് ചെയ്യും, മൂപ്പർക്ക് ഒരു വിളിയുണ്ട്, ഉമ്മാന്നുണ്ട്. ആ വിളിയിൽ സകലവിധ അലിവും ഉണ്ട്. തിരിച്ചെന്ത് ചെയ്യും, അവിടുന്ന് ഉള്ളെന്ന് എന്ത് ചെയ്യും, ഒരു മോനെ വിളി നമ്മളെ ജനലിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് കേൾക്കും. ആ രണ്ട് ശബ്ദങ്ങൾക്കിടയിലാണ് മനുഷ്യ ജീവിതത്തിൻ്റെ സകല വൈകാരികതയുമുള്ളത്. കല്യാണം കഴിച്ചിട്ട് അദ്ദേഹം ഒരിക്കൽ പോലും തൻ്റെ ഭാര്യ വീട്ടിൽ താമസിച്ചിട്ടില്ല. ഉമ്മയെ വിട്ട് എന്ത് ചെയ്യാൻ നിൽക്കില്ല എന്നുള്ളതുകൊണ്ട് അതാദ്യം കണ്ടീഷനാക്കിയിരുന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. മരിക്കുന്നത് വരെ ഈ ഒരു കാര്യം അദ്ദേഹം പുലർത്തിയിരുന്നു. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ സമൂഹത്തിലെ ഒരു ആധാരമെന്ന് പറയുന്നത്. ഈ ആധാരത്തെയാണ് നിഷേധിക്കുകയും അതിന് പകരം വയ്ക്കാൻ പറ്റും എന്ന രൂപത്തിലുള്ള സാഹചര്യം അപ്പോൾ വരികയാണ്. അപ്പോൾ ഈ വയോജന കമ്മീഷൻ രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഒരുപാട് കമ്മീഷനുകൾ വരുന്നുണ്ട് അല്ലേ. യുവജന കമ്മീഷനും മറ്റേ കുട്ടികൾക്ക് വേണ്ടിയുള്ള കമ്മീഷനും. ഇത് നമ്മൾ കരുതുന്ന ഇത് ഭയങ്കര ഒരു വലിയ ഒരു പുരോഗമന ആശയമായിട്ട് മാത്രമല്ല, ഇതൊക്കെ ഗവൺമെൻറ് ചെയർമാനെ നിശ്ചയിക്കണം. അതിന് ചെയർപേഴ്സൺ ഉണ്ടാവും, അതിന് കമ്മിറ്റി മെമ്പേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഉണ്ടാവും, ചിലപ്പോൾ അതിന് ലോക്കൽ ബോഡി വേറെ ഉണ്ടാവും. ഇതിനെല്ലാം അവർക്ക് ശമ്പളം കൊടുക്കണം, സിറ്റിങ്ങിന് പൈസ കൊടുക്കണം, അലവൻസ് കൊടുക്കണം, ടെലിഫോൺ ചാർജ് കൊടുക്കണം, കറണ്ട് ബില്ല് കൊടുക്കണം, വണ്ടി കൊടുക്കണം, എല്ലാം വേണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു വലിയ ഫണ്ട് ഇതിനു വേണ്ടി നീട്ടി വെക്കേണ്ടി വരുന്നുണ്ട്. ഇനി മറ്റേ ഭാഗത്ത് ആലോചിച്ച് നോക്കൂ, ഒരു പരാതി ഒരു മാതാവിനോ പിതാവിനോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പരാതി ഇവർ തീർപ്പാക്കുന്നവരെങ്ങനെ സിറ്റിങ്ങാണ്, കോടതി കയറി ഇറങ്ങുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ഒരു മനസ്സ് മാറുന്നതിലൂടെ പരിഹരിക്കപ്പെടേണ്ട, ആശയപരമായി മാറി പരിഹരിക്കേണ്ട ഒരു വിഷയത്തെ നിയമപരമായിട്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലും സാമൂഹിക സംവിധാനങ്ങളോ വെച്ചുകൊണ്ട് പരിഹരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു സമൂഹത്തിൻ്റെ അധപ്പതനത്തിൻ്റെ സൂചകമാണ്, ഒരിക്കലും അതിൻ്റെ പുരോഗതിയുടെ സൂചകമേ അല്ല. കാരണം ഈ നേരത്തെ പറഞ്ഞ പോലെ വെച്ചാൽ ഈ ഒരു തന്നെ നൊന്തുപെറ്റ, തന്നെ നോക്കി വളർത്തിയ മാതാവ് പിതാവ് ഒരു ഭാരമാണ് എന്ന് തോന്നുന്നത്, അത്തരമൊരു ആധുനികത എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാശയ ലോകത്തിൻ്റെ സൃഷ്ടിയാണ്. ആ ആശയലോകം ഇവിടെ ഉണ്ടാക്കിയവർ ഇപ്പോൾ ഇതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നവർ തന്നെയാണ്. അതുകൊണ്ട് അവർ ശരിക്കും മനസ്സിലാക്കണം, ഇതിനേക്കാൾ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ചിന്താഗതിയെ വേരറുത്തിട്ടില്ലെങ്കിൽ ഇനിയും പലതരം കമ്മീഷൻസും പല രീതിയിലുള്ള ഈ പരിഹാര പ്രക്രിയയിലേക്കും പോകേണ്ടി വരും. പക്ഷെ അതൊന്നും യഥാർത്ഥ പരിഹാരങ്ങളായി മാറുകയും ചെയ്യൂല. എന്തായാലും രണ്ടാമത്തെ വിഷയം നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഈ പറയുന്ന വയോജന കമ്മീഷൻ വരുന്നു എന്നുള്ളത് പുരോഗമനത്തിൻ്റെ ഒരു അടയാളമാക്കി നമുക്ക് ഒരിക്കലും കാണാൻ ഈ ഒരു അവസരത്തിൽ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ കാരണമായി വർത്തിക്കുന്നത് കാലങ്ങൾക്ക് മുമ്പ് ഇവിടെ പോപ്പുലേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന ചർച്ചകളും അതിൻ്റെ നിയന്ത്രണങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇന്ന് നമ്മൾ പോപ്പുലേഷൻ ഇംപ്ലോഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അന്ന് ഈ ഒരു ഭാവി അന്നേ പറഞ്ഞിരുന്ന ചില ആളുകൾ അവരെ മതത്തിൻ്റെ പേരിൽ മാത്രം ആ ഒരു ചട്ടക്കൂടിലേക്ക് കൊണ്ടുവന്ന ആളുകൾ ഇപ്പോൾ പാഠം പഠിക്കുകയാണ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ സൂചിപ്പിക്കുന്നത്.